ഇപ്പോൾ ഗ്യാസിനൊക്കെ ഷോർട്ടാണല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ എന്താ പറയുക, ഇലക്ട്രിക് കോയിൽ ഹീറ്റർ നമ്മുടെ കയ്യിൽ തന്നെ സ്റ്റോക്കുണ്ട്. അതിൻ്റെ ഒരു 3 മോഡലാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒന്ന് പൗഡർ കോട്ട് ടൈപ്പ്, ഒന്ന് സ്റ്റീൽ ടൈപ്പ്, ഒന്ന് വളരെ ചെറിയ ഒരു പൗഡർ കോട്ടിൻ ടൈപ്പ്, ഒരു ചെറിയൊരു ഇലക്ട്രിക് കോയിൽ ഹീറ്ററാണുള്ളത്. ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇതിനൊക്കെ 3 മോഡുണ്ട്. ഓഫ് ചെയ്യാനത് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 3. അതിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. ഈ 2 മോഡ് ഈ സ്റ്റീലിലും ഉണ്ടായിരിക്കും, അതേപോലെ പൗഡർ കോട്ടിൻ ടൈപ്പിലും അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ചെറിയതിൽ അതില്ല, ഡയറക്റ്റ് മാത്രമാണുള്ളൂ. ഇതിൻ്റെ പ്രൈസിൽ വേരിയേഷൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി ഈ പ്രൊഡക്റ്റ് നമ്മൾ ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യുന്ന പോലെ ഉപയോഗിച്ച് ഇൻഡക്ഷൻ്റെ ഇപ്പോൾ ഓൾറെഡി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചൂട് അപ്പം തന്നെ പോകും. ഈ കോയിലിലെ ചൂട് നിലനിൽക്കും. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ടും കുറച്ച് നേരം ഉപയോഗിക്കാൻ സാധിക്കും. അതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ ഇതിനൊരു ചെറിയ പുകയുടെ ഒരു ഇതുണ്ടാവും. അതിപ്പോൾ സാധാരണ ഇതിന് വരുന്നതാണ്. ഇൻഡക്ഷൻ കുക്കറിന് പുകയുണ്ടാവില്ല, ഇതിന് ചെറിയൊരു പുകയുണ്ടാവും. ചെറിയ നേരിയ തോതിലൊരു പുകയുണ്ടാവും. അപ്പോൾ അതുള്ളൂ, അല്ലാണ്ട് വേറെ വിഷയങ്ങളൊന്നുമില്ല. അത്യാവശ്യം വാട്ട്സൊക്കെ വരുന്നത് 1250 വാട്ട്സാണ്. ഇത് രണ്ടും 1250 വാട്ട്സാണ്. ഒന്ന് പൗഡർ ടൈപ്പ്, ഒന്ന് സ്റ്റീൽ ടൈപ്പ്. പിന്നെ ഒരു ചെറുതാണ്, അത് ചെറിയ വാട്ട്സ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടുക. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഗ്രില്ല് വരുന്നുണ്ട്. ഈ ഒരു ഗ്രില്ല് ഇതിന് മുകളിൽ വെച്ച് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ, എന്താ ചിക്കൻ വറക്കുക, അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണം, ചുട്ടെടുക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ഈ ഗ്രില്ല് ഉപയോഗിച്ച് ചെയ്യാം. ഈ 2 പ്രൊഡക്റ്റിനും ആ ഗ്രില്ല് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അധികം പൈസ ഒന്നും വരുന്നില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. 3 മോഡൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിൽ സ്റ്റോക്കുണ്ട്. ഓക്കെ.